പണം കൊടുത്ത് വാങ്ങിയ പാചകവാതക സിലിണ്ടർ. പക്ഷേ അടുപ്പ് കത്തിക്കാൻ നോക്കിയപ്പോൾ പുറത്തു വന്നത് ഗ്യാസ് അല്ല, പച്ചവെള്ളമാണ്. കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാം. എന്നാൽ ഇടുക്കി മഞ്ഞപ്പാറയിലെ ഒരു കുടുംബം നേരിട്ടത് ഈ ഞെട്ടിക്കുന്ന അനുഭവമാണ്. കരിമനിലെ സിലിണ്ടർ അപകടത്തിന്റെ ആശങ്കകൾക്കിടെയാണ് ഗ്യാസ് വിതരണത്തെക്കുറിച്ചുള്ള മറ്റൊരു ഗുരുതരമായ പരാതി കൂടി ഉയരുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് വിതരണം ചെയ്ത സിലിണ്ടറിലാണ് ഗ്യാസിന് പകരം വെള്ളം കണ്ടെത്തിയത്. മഞ്ഞപ്പാറ സ്വദേശി പുല്ലുമലയിൽ സതീഷിന്റെ വീട്ടിലെത്തിച്ച സിലിണ്ടർ കഴിഞ്ഞ ദിവസമാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഒരു ദിവസം സാധാരണ പോലെ ഉപയോഗിച്ചെങ്കിലും പിറ്റേന്ന് അടുപ്പ് കത്തിക്കാനെത്തിയപ്പോൾ ഗ്യാസ് ലഭിച്ചില്ല. തുടർന്ന് റെഗുലേറ്റർ അഴിച്ച് പരിശോധിച്ചപ്പോഴാണ് സിലിണ്ടറിന്റെ വാൽവിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നത് കണ്ടെത്തിയത്. കഴിഞ്ഞ 26-ാം തീയതി നമ്മളെടുത്ത ഗ്യാസ് ആയിരുന്നു, ഇന്ത്യൻ്റെ കുറ്റിയായിരുന്നു. അത് ഇന്നലെയാണ് നമ്മൾ കണക്ഷൻ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇന്നലെ കത്തിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പം വൈഫ് പറഞ്ഞു കത്തുന്നില്ല, തീ കത്തുന്നില്ല, എന്താണെന്ന് നോക്കാൻ പറ്റും. അപ്പം ഞാൻ കരുതി കരടുമായിരിക്കും എന്നാണ് കരുതി. അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്ന് വെളിയിൽ കൊണ്ടുവന്ന് വെച്ചു. വെളിയിൽ കൊണ്ടുവന്ന് ഞാൻ അവിടെ സുഹൃത്ത് കടയിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പെടുത്തിയിട്ടിട്ടൊന്ന് അതിൻ്റെ നോക്കൊന്ന് കുത്തി നോക്ക്, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ അറിയാമല്ലോ, കരടുണ്ടെങ്കിൽ മാറി കിട്ടും, അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പെടുത്തിയിട്ട് കുത്തിയപ്പോഴാണ് ഇതിൻ്റെ അതൊന്ന് വെള്ളം ലീക്ക് ചെയ്യുന്നതായിട്ട് കണ്ടത്. പിന്നെ എയർ ഒട്ടും പോകുന്നില്ല, ഗ്യാസ് ഒട്ടും നമ്മുടെ പുറത്തേക്ക് വരുമോ ഒന്നും ചെയ്യില്ല, വെള്ളമാണ് ഫുള്ളായിട്ട് വന്നത്. ഇതാണ് നമുക്ക് പറ്റിയത്. സംശയം തോന്നിയ വീട്ടുകാർ സിലിണ്ടറിന്റെ ഭാരം പരിശോധിച്ചപ്പോഴും അസ്വാഭാവികത വ്യക്തമായി. സാധാരണ 29.8 കിലോഗ്രാം ഭാരം കാണേണ്ട സിലിണ്ടറിന് ഒരു ദിവസം ഉപയോഗിച്ച ശേഷവും 31.7 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. പരാതി ലഭിച്ചതോടെ സിലിണ്ടർ തിരികെ എടുത്ത് പകരം മറ്റൊന്നും നൽകാമെന്ന് ഗ്യാസ് ഏജൻസി അറിയിച്ചു. കരിമ്പനിൽ സിലിണ്ടർ മാറ്റി സ്ഥാപിക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിന്റെ നടുക്കം മാറും മുമ്പാണ് ഈ സംഭവം പുറത്തുവരുന്നത്. സിലിണ്ടറിനുള്ളിൽ വെള്ളം എങ്ങനെ എത്തി, എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.